നമസ്കാരം, ഞാൻ ഡോക്ടർ സായിജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്രമേഹ ചികിത്സയിൽ വളരെ പുതുതായി കണ്ടെത്തിയ ചില കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടും കുറയാത്ത പ്രമേഹത്തിൻ്റെ കാരണം തീർച്ചയായും 6 തൊട്ട് 7 മണിക്കൂറിൻ്റെ ഉറക്കക്കുറവ് ഒരു പ്രധാന ഘടകമാണ് എന്നുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ഞാൻ വരുന്നത് വളരെ പുതുതായി, വളരെ റീസെൻ്റായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ചില ശാസ്ത്രലോകം മനസ്സിലാക്കിയ, റിസർച്ച് വഴി മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് അറിയാം, പ്രമേഹത്തെക്കുറിച്ച് നൂതനമായ തരത്തിലുള്ള പല റിസർച്ചുകളും ദൈനംദിനം നടക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് അത്തരം വീഡിയോകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഇത് പറയാനുള്ള ഒരു കാരണം, ഹൈദരാബാദിൽ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് സ്റ്റഡിയിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ്. ഒരു 58 വയസ്സ് പ്രായമായ ഒരു വ്യക്തിക്ക് യാതൊരു കാരണവശാലും പ്രമേഹ രോഗം നിയന്ത്രണ വിധേയമാകുന്നില്ല. കാരണം അത്യാവശ്യമായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾ മിതമായ രീതിക്കുള്ളതാണെങ്കിൽ എക്സസൈസ് കൊടുക്കുന്നു, ഭക്ഷണ നിയന്ത്രണമുണ്ട്, ഒപ്പം നല്ല രീതിക്ക് അതിൻ്റേതായ മെഡിക്കേഷൻ അല്ലെങ്കിൽ മരുന്നുകളൊക്കെ കഴിക്കുകയും ചെയ്തിട്ടും 290, 300 എന്നുള്ള ആ പ്രമേഹ ആ രീതിക്ക് നിൽക്കുന്നതായി കണ്ടു ഡോക്ടർമാർ. അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം അവരുടെ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ പരിശോധനയിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വ്യക്തിക്ക് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. 58 വയസ്സാകുന്നതിന് മുമ്പ് ഓസ്റ്റിയോപോറോസിസ്, 58 വയസ്സാകുന്നത് എന്നുള്ളതല്ല, 58 വയസ്സായപ്പോൾ തന്നെ ഓസ്റ്റിയോപോറോസിസ് തീർച്ചയായും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എല്ലുകളുടെ കനം കുറഞ്ഞ് എല്ലുകൾ വീക്കായി വളരെ ഫ്രജൈലായി, പിന്നെ അതിൻ്റെ ബോൺ മാസ് ഇൻഡെക്സ് ഒക്കെ തന്നെ കുറഞ്ഞ് അതിൽ പെട്ടെന്ന് സുഷിരങ്ങൾ വീഴുകയും അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യക്കുറവ് വരുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ് ഈ ഓസ്റ്റിയോപോറോസിസ്. ഇത് പ്രത്യേകിച്ചും കൂടുതലായി നമ്മൾ കണ്ടുവരുന്ന സ്ത്രീകളിലാണ്. സ്ത്രീകളുടെ പ്രത്യേകിച്ച് മെനോപോസ് കാലഘട്ടത്തോടു കൂടി, അതായത് മാസം മുറ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നതും. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ എല്ല് പൊട്ടൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത് വളരെയധികം കൂടുതലാണ് എന്ന് നമുക്ക് അറിയാനും കഴിയുന്നുണ്ട്. കാരണം ഇതെല്ലാം ഹോർമോൺ റിലേറ്റഡ് ആയതുകൊണ്ട്. എന്നാൽ ഈ വ്യക്തിയിൽ അവരുടെ തുടർന്നുള്ള പരിശോധനയിൽ ഇത്തരത്തിൽ ഒരു എന്താ പറയുക ഓസ്റ്റിയോപോറോസിസ് കണ്ട സ്ഥിതിക്ക് പ്രമേഹത്തിനുള്ള ചികിത്സ അങ്ങനെ ഇരിക്കെ തന്നെ ഈ ഓസ്റ്റിയോപോറോട്ടിക് ചേഞ്ചസ് അത് പരിഹരിക്കുവാനായി അത്യാവശ്യം വൈറ്റമിൻ ഡിയും കാൽഷ്യവും ഒക്കെ, വൈറ്റമിൻ ഡി എന്ന ഒരു വളരെ പ്രധാനമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നത് തൈറോയിഡിൻ്റെ രോഗമാണെങ്കിലും അത് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന പ്രമേഹമാണെങ്കിലും പല തരത്തിലുള്ള നമ്മുടെ അടിസ്ഥാന രോഗങ്ങൾക്ക് പിന്നിൽ വൈറ്റമിൻ ഡിയുടെ ഒരു കുറവ് പ്രത്യക്ഷമായി വളരെ ബന്ധമുള്ളതായി കാണുന്നു. ഒരുപക്ഷെ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ സൂര്യപ്രകാശമേറ്റാൽ തന്നെ, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യത്തിന് ശരീരത്തിലുണ്ടെങ്കിൽ തന്നെ ഹൈപ്പർതൈറോയിഡിസം പോലുള്ള പല അസുഖങ്ങളും, ഇന്നിപ്പോൾ ഇത് ഈ പ്രമേഹം പോലുള്ള അസുഖങ്ങൾ പലതും നിയന്ത്രണ വിധേയമാക്കാൻ വൈറ്റമിൻ ഡി ഒരു പ്രധാന ഘടകം, എന്തിനേറെ PCODക്ക് പിന്നിൽ പോലും വൈറ്റമിൻ ഡി ഒരു പ്രധാന ഭാഗം വഹിക്കുന്നു എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. അതെന്ത് തന്നെയാണെങ്കിലും ഈ വ്യക്തിയിൽ ഈ ഓസ്റ്റിയോപൊറോട്ടിക് ചേഞ്ചസ് മാറ്റുവാനായിട്ട് അത്യാവശ്യം അദ്ദേഹത്തിന് വൈറ്റമിൻ ഡിയും കാൽഷ്യവും ഒക്കെ കൊടുത്ത് അതൊന്ന് നോർമലൈസ് ചെയ്ത് വന്നപ്പോൾ വളരെ അതിശയകരമായ ഒരു മാറ്റം, അയാളുടെ പ്രമേഹ ലെവലിൽ മാറ്റം വന്നു എന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വന്നപ്പോഴാണ് പ്രമേഹവും എല്ലുകളുടെ ആരോഗ്യവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ശാസ്ത്രം അല്ലെങ്കിൽ അവർ ചിന്തിക്കുവാൻ തുടങ്ങിയത്. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ഒരു ആധികാരികമായ ഒരു നിഗമനത്തിലെത്തിയതാണ് ഞാനിന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. അത് മനസ്സിലാക്കുന്നത് തീർച്ചയായും ഒരു വ്യക്തിയുടെ എല്ലിൻ്റെ ആരോഗ്യം അവൻ്റെ പ്രമേഹ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എല്ലിൻ്റെ ആരോഗ്യം പൊതുവെ നമുക്കറിയാം, നമ്മുടെ ഓരോ വർഷം ഒരു 45 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഓരോ വർഷവും നമുക്കൊരു 5% മസിൽ ലോസ് വരാൻ സാധ്യതയുണ്ട്. സാർക്കോപ്പീനിയ എന്ന് പറയാം. അതിങ്ങനെ മസിൽ ലോസ് വന്ന് മസിൽ ഡൗൺ, അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യവും കുറയുന്നു എന്നുള്ളതാണ്. ഇത് പരിഹരിക്കുവാനുള്ള ഏക മാർഗമെന്ന് പറയുന്നത് നമ്മൾ എല്ലാ തരത്തിലുള്ള റെസിസ്റ്റൻ്റ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഭാരമെടുക്കുക അല്ലെങ്കിൽ ഭാരം താങ്ങിക്കൊണ്ടുള്ള തരത്തിലുള്ള കുറച്ച് വ്യായാമങ്ങൾ ഇതിന് അത്യാവശ്യമായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു പഠനത്തിൽ കണ്ടത്, ഇങ്ങനെ ഒരു റെസിസ്റ്റൻ്റ് എക്സസൈസ് ചെയ്ത് വരുമ്പോൾ തന്നെ
അത് ശരിക്കും ബോൺ ഫോമിംഗ് സെൽസ്, എല്ലിൻ്റെ കോശങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ചില എല്ല് കോശങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ചില കോശങ്ങളുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അത് ഉത്പാദിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം കൂട്ടിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിനെ നമ്മൾ ശാസ്ത്രീയ നാമത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഓസ്റ്റിയോബ്ലാസ്റ്റ്സ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ് റെസിസ്റ്റൻ്റ് എക്സസൈസൊക്കെ ചെയ്ത് എല്ലുകളുടെ വളർച്ചയ്ക്ക് മാത്രമല്ല, ആ ഓസ്റ്റിയോബ്ലാസ്റ്റ് മറ്റൊരു ഹോർമോണിന് തുല്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഓസ്റ്റിയോകാൽസിൻ എന്ന് പറയുന്ന ഒരു ഉണ്ടാക്കുന്നു. ഈ ഓസ്റ്റിയോകാൽസിൻ യഥാർത്ഥത്തിൽ വളരെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നു എന്നുള്ളതാണ്. ഈ ഓസ്റ്റിയോകാൽസിൻ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നു എന്ന് പറയുമ്പോൾ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇത് ഈ ഓസ്റ്റിയോകാൽസിൻ യഥാർത്ഥത്തിൽ പാൻക്രിയാസിൽ കൂടുതലായിട്ട് ആക്ട് ചെയ്ത് കൂടുതലായിട്ട് ഇൻസുലിൻ ഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ആ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ മസിൽസിന് ശക്തി കൊടുത്തതിന് ശേഷം ആ മസിൽസിൽ നിന്നും ശരീരത്തിൽ ഉപയോഗിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടതായ ഗ്ലൂക്കോസിനെ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ മസിൽ പുഷ്ടിപ്പെടുന്നു, ബോൺ ഫോമിംഗ് സെൽസ് ഉണ്ടാക്കുന്നു, മസിൽ പുഷ്ടിപ്പെടുത്തുമ്പോൾ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഊർജ്ജം, കൂടുതൽ മസിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ മെറ്റബോളിസം കൂടുതലായി ശരിയായി വരുള്ളൂ എന്നുള്ള രീതിക്ക് ഊർജം ഉപയോഗിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഈ ഊർജം ഉപയോഗിക്കാൻ സഹായിക്കാതെ കിടക്കുന്ന ഒരു സമയത്താണ് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായി വരുന്നത്. നമുക്കറിയാം, ഇൻസുലിൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ ഓരോ സെല്ലുകളുടെയും കോശങ്ങൾ തുറന്ന് അതിനകത്ത് എത്തിക്കുക എന്നുള്ള ധർമ്മമാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനമായി ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് പ്രമേഹം രോഗം എന്ന് പറയുമ്പോൾ തന്നെ പ്രമേഹ രോഗം നിയന്ത്രണ വിധേയമല്ല എങ്കിൽ തീർച്ചയായും നമ്മൾ മരുന്നിനോടൊപ്പം തന്നെ 6 തൊട്ട് 7-8 മണിക്കൂറെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു 6 മണിക്കൂറെങ്കിലും നല്ല രീതിക്കുള്ള ഉറക്കം വേണമെന്നും പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹ രോഗികൾ ഇതൊരു മുന്നറിയിപ്പായി വയ്ക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എത്ര തന്നെ നേരത്തെ 7 മണിക്കോ അല്ലെങ്കിൽ 7:30 മണിക്കോ ഭക്ഷണം കഴിച്ചാലും ദിവസം 2 കിലോമീറ്റർ നടന്നിരുന്നാൽ പോലും ഒരു പക്ഷേ ആവശ്യത്തിനുള്ള ഉറക്കമുണ്ട് എങ്കിൽ പോലും വ്യായാമവും ഒരുവിധമുള്ള വ്യായാമം കാര്യങ്ങൾ ചെയ്യുന്നു, കൃത്യമായ മരുന്നും കഴിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ പറയുന്ന ബോൺ ഫോമിംഗ് സെൽസ് ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ അത് നമുക്ക് തീർച്ചയായും ചില റെസിസ്റ്റൻ്റ് എക്സസൈസുകൾ ഇതിന് അത്യാവശ്യമാണെന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ റെസിസ്റ്റൻ്റ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓസ്റ്റിയോബ്ലാസ്റ്റ് കാൽസിനൊക്കെ ശരിയായി വരുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം തീർച്ചയായും പ്രായം കഴിയും തോറും നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധാവാനായിരിക്കണം, വളരെ ബോധവാന്മാരായിരിക്കണം. അത്തരം ശ്രദ്ധയും ബോധവും ഉണ്ട് എങ്കിൽ എല്ലുകളുടെ ആരോഗ്യം തീർച്ചയായും നിങ്ങൾക്ക് മെച്ചപ്പെട്ട എല്ലുകളുടെ ആരോഗ്യമാണെങ്കിൽ നിങ്ങളുടെ ഷുഗർ ലെവൽ തീർച്ചയായും നമ്മുടെ നിയന്ത്രണത്തിൽ വിധേയമായിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ പഠനം. ഈ ഒരു അറിവ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ലക്ഷ്യം. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്തൊരു അവസരത്തിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം, താങ്ക് യു.